God is a good father. When you are on your knees, you are the strongest. നമ്മൾ മുട്ടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശക്തി കിട്ടും. നമ്മളുടെ കൂടെ ആരാ ഉള്ളേ? ദൈവം, യേശു ഉണ്ട്. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ദുഷ്ടശക്തി നമ്മളെ തൊടുവാൻ പറ്റത്തില്ല. ജീസസ് നെവർ പ്രോമിസ്ഡ് എ പ്രോബ്ലം ഫ്രീ ലൈഫ്. ഡിഡ് ഹി സേ ദാറ്റ് എനിവേ ഇൻ ദ ബൈബിൾ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വേദപുസ്തകത്തില് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല? ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ ഫേസ് ചെയ്യാനുള്ള കൃപ ദൈവം തരും. ബട്ട് ഗോഡ് നെവർ ഗിവ്സ് എ സിക്നെസ്. നമുക്ക് ഒരു രോഗം ദൈവം തരാൻ ആഗ്രഹിക്കത്തില്ല, തരത്തുമില്ല. അതിൽ നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ശിക്ഷിക്കാൻ ആ ദൈവം രോഗം തന്നെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ദൈവത്തിന് സങ്കടം നമുക്ക് രോഗം വരുന്നത്. നമുക്ക് സാധാരണ ഒരു തലവേദന വന്നാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? അയ്യോ എനിക്ക് ഭയങ്കര തലവേദനയാ. നമ്മൾ ഭയങ്കര you imagine so many things. Your imagination goes wild and then you think, oh I have to go and take an MRI എടുത്തേ പറ്റുള്ളൂ, മിക്കവാറും അതൊരു ട്യൂമർ ആയിരിക്കും. അങ്ങനെ ചിന്തിച്ച് നമ്മൾ സങ്കടപ്പെട്ട് ഒരു രോഗിയായിട്ട് മാറുക. അവസാനം നമ്മൾ ശരിക്കുള്ള MRI എടുക്കുമ്പോഴത്തേക്ക് അത് ഒരു ട്യൂമറായിട്ട് മാറും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാതെ അത് ഒന്നുമില്ല, നമുക്കൊന്നും വരത്തില്ല എന്നുള്ള വിശ്വാസം വേണം. എനിക്കൊരു ചെറിയ തലവേദന വന്നാൽ ഞാൻ എന്താ പറയും? ആ തലവേദനയോടെ അധികാരത്തോടെ പറയും, യു ഗോ അവേ, യു ഹാവ് നോ അതോറിറ്റി. ഹൗ ഡെയർ യു ഗിവ് മീ a day? Get out of me. I am a child of God. You have no right to give me headache. Go away from me. I command in Jesus name, get out of me. അങ്ങനെ ഞാൻ പറയുന്നത്. അത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നത്. To my surprise, headache പോയിരിക്കും. ബിക്കോസ് ഞാൻ 100% ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. Don't mix it with Satan. നമുക്ക് രോഗം തരുന്നത് സേറ്റനാ തരുന്നത്, ദൈവം തരുന്നത്. ദൈവത്തിന് ഇഷ്ടമല്ല നമ്മൾ രോഗിയാകുന്നത്. John 10:10. John 10:10 says, the thief comes only to steal and to kill and to destroy. I have come that you may have life and have it to the fullness. That is Jesus. He wants us to have full life. And how can we be sick? When who brings sickness? Adu Satana. Sickness konduvaru, not Jesus, not God. It hurts God to see us being sick. Sickness in our body is illegal. ദൈവത്തിന് അത് ഭയങ്കര സങ്കടം നമുക്ക് രോഗം വരുന്നത്. ബിക്കോസ് ദ പ്രൈസ് ഈസ് ഓൾറെഡി paid for us on the cross. We have to walk in divine health to do the Lord's work. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്ത് കിട്ടുന്ന വചനത്തെ ധ്യാനിച്ച് വായിച്ച് ആ ഹെൽത്ത് നമ്മളെ വീണ്ടെടുക്കണം. ആ രോഗം നമ്മളിൽ നിന്ന് വിട്ടുപോവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് വിട്ടുപോകും. You meditate on the word and you get the divine health. Divine health is the gift from God. അല്ലേ? Use your wisdom. What is wisdom? It is the holy common sense. Use your common sense. നമ്മൾ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡൊക്കെ തിന്നേച്ച് ഒരു രോഗിയായിട്ട് അവസാനം പറയുക, അയ്യോ ദൈവം എന്നെ ശിക്ഷിച്ച രോഗം തന്നെന്ന്. പക്ഷെ കോമൺ സെൻസ് ഉപയോഗിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കല്ലേ. ഹെൽത്തി ഫുഡ് കഴിക്കുക. അതിനല്ലേ ദൈവം വിസ്ഡം തരുന്നത്. ജോബിനെ ഒന്ന് കണ്ടേ. ജോബ് ലൂസിഫർ ദൈവത്തോട് പറഞ്ഞു, ലൂസിഫർ went and told God, Job is worshipping you because you have given him all the blessings. You take away the blessings and see, he will not worship you. ആ ബ്ലെസ്സിങ്സ് എടുത്ത് മാറ്റിക്കപ്പോ അറിയാം ജോബ് ദൈവത്തെ ആരാധിക്കുവോ ഇല്ലയോ എന്ന്. പക്ഷേ നീ പോയി ജോബിനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ജോബിന് പല ടെസ്റ്റുകൾ കൊടുത്തു, രോഗം അത് ഇത് എന്തെല്ലാം കൊടുത്തു. എന്നാലും ജോബ് അവിടെ വിട്ടുകൊടുത്തില്ല. ജോബ് പിന്നെയും he was waiting for the savior. But we are lucky. We have a savior who gave his life for us on the cross.
അത് നമ്മൾ ചിന്തിക്കണം അല്ലേ. നമ്മൾ രോഗം തരുന്ന ദൈവത്തിന് ഇഷ്ടമില്ല. ഒരു കൊച്ചു കുഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ ദൈവം പറയാ, നന്നായി നിനക്ക് ഈ രോഗം വന്നത്, നിനക്കൊരു ശിക്ഷ, അല്ലെ അവരുടെ പേരൻസ് ഒരു ശിക്ഷ. അങ്ങനെ പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്ക് സൗഖ്യം തരുന്ന ദൈവമാണ് ദൈവം അല്ലേ. സോ യൂസ് യുവർ കോമൺ സെൻസ്, യൂസ് യുവർ വിസ്ഡം, ഈറ്റ് വെൽ, ലിവ് വെൽ and read the scripture well. Use your wisdom well. God bless you.